ഹലോ എവരി വൺ. അടുത്തതായിട്ട് നമുക്ക് ലോപിതാൽസ് റൂളിലെ ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സാണ് നോക്കാനുള്ളത്. അപ്പോൾ 1∞, 0⁻0, ∞⁻0 ഈ ഫോമിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് തന്നിട്ടുണ്ടാവുക ലിമിറ്റ് x → x0 f of x ഹോൾ റേസ് ടു 5 ഫോമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇതിൽ നമ്മൾ ഡയറക്റ്റ് എക്സിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊന്നെങ്കിൽ 1∞ അല്ലെങ്കിൽ 0⁻0 അല്ലെങ്കിൽ ∞⁻0 ഫോമിലായിരിക്കും കിട്ടുക. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ ഈ f of x raised to 5 സം k എന്ന് കൊടുക്കാം. സോ ലെറ്റ് k ഈക്വൽ ടു f of x raised to 5. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. സോ ln k ഈക്വൽ ടു ln f of x raised to 5 എന്ന് വരും. നമുക്കറിയാം ln a raised to b എന്ന് പറഞ്ഞാൽ എന്താണ്? b ln a ആണ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ln f of x എന്ന് എഴുതാം. ഓക്കെ, സോ ln k ഈക്വൽ ടു 5 ഇൻറ്റു ln f of x. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദെൻ ലിമിറ്റ് x → x0 ln k ഈക്വൽ ടു ലിമിറ്റ് x → x0 5 ഇൻറ്റു ln f of x എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു ln f of x ഫോമിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റ് ഫോമിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റ് ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീറൈറ്റ് ചെയ്തിട്ട് 0/0 ഫോമിലേക്കോ ∞/∞ ഫോമിലേക്കോ മാറ്റും. ഓക്കെ, അപ്പോൾ 0/0 ഫോമിലേക്കോ ∞/∞ ഫോമിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യാം. സോ അവിടെ ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ലിമിറ്റിനെ ഞാൻ എന്ത് വിളിച്ചു? എൽ എന്ന് വിളിച്ചു. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? ലിമിറ്റ് x → x0 5 ഇൻറ്റു ln f of x നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റ് ഫോമിലായിരിക്കും. ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ റീറൈറ്റ് ചെയ്തിട്ട് എന്താക്കണം? 0/0 ഫോമിലേക്കോ ∞/∞ ഫോമിലേക്കോ മാറ്റണം. ഓക്കെ, അങ്ങനെ മാറ്റിയാൽ പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതിൽ ∞/∞ ഫോമോ 0/0 ഫോമോ ആണെങ്കിൽ നമുക്ക് ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ? അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ലിമിറ്റിനെയാണ് ഞാൻ L എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ലിമിറ്റ് x → x0 ln k ഈക്വൽ ടു L എന്നാണ്. നമുക്ക് എന്താ കിട്ടേണ്ടത്? ലിമിറ്റ് x → x0 k ആണല്ലേ കിട്ടേണ്ടത്. k ഈക്വൽ ടു f of x raised to 5 ആണ്. ഇതിൻ്റെ ലിമിറ്റാണ് കിട്ടേണ്ടത്. അതായത് ലിമിറ്റ് x → x0 k ആണ് കിട്ടേണ്ടത്. ഇവിടെ എന്താണുള്ളത്? ലിമിറ്റ് x → x0 ln k ആണുള്ളത് അല്ലേ? അപ്പോൾ ഈ ലോഗിനെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും എക്സ്പൊണൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? e raised to ലിമിറ്റ് x → x0 ln k ഈക്വൽ ടു e raised to L എന്ന് വരും. ഓക്കെ, സോ ലിമിറ്റ് x → x0 ln k. ലോഗ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റിന് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് എടുക്കാം അല്ലേ? അപ്പോൾ എന്ത് വരും? e raised to ln ലിമിറ്റ് x → x0 k ഈക്വൽ ടു e raised to L. സോ e raised to L എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ വരൂ? ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ വരൂ അല്ലേ? സോ ലിമിറ്റ് എന്താ വരിക? ലിമിറ്റ് x → x0 k ഈക്വൽ ടു e raised to L. ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതിലെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ലിമിറ്റ് x → x0 f of x raised to 5 എന്നാണ് നമുക്കുള്ളത്. സോ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെറ്റ് k ഈക്വൽ ടു f of x raised to 5 എന്ന് കൊടുക്കുക. രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുക. ലോഗ് അപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സിലായിരിക്കും വരിക. ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റിലായിരിക്കും വരിക. അതിന് നമ്മൾ 0/0 ഫോമിലേക്കോ ∞/∞ ഫോമിലേക്കോ മാറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? 0/0 ഫോമിലേക്കോ ∞/∞ ഫോമിലേക്കോ മാറിയാൽ പിന്നെ നമുക്ക് ലോപിറ്റാൽസ് റൂൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ലിമിറ്റിനെ ഞാൻ L എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ലിമിറ്റ് x → x0 ln k ഈക്വൽ ടു L എന്ന് കിട്ടി. സോ ഈ ln ഒഴിവാക്കാൻ വേണ്ടി എക്സ്പൊണൻഷിയേറ്റ് ചെയ്യാം.
രണ്ട് സൈഡിലും. സോ ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എൽ എൻ കെ ഈക്വൽ ടു ഇ റേസ് ടു എൽ എന്ന് വരും. ദറ്റ് ഈസ് ഇ റേസ് ടു എൽ എൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് കെ ഈക്വൽ ടു എൽ. കാരണം ലോഗ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റിനുള്ളിലേക്ക് എടുക്കാം. സോ ഇ റേസ് ടു എൽ എൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് കെ ഈക്വൽ ടു ഇ റേസ് ടു എൽ എന്ന് വരും. സോ ഇ റേസ് ടു എൽ എനും ഇയും കട്ടായി പോകും അല്ലേ, ബാക്കി ഉണ്ടാവുക ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് കെ ഈക്വൽ ടു ഇ റേസ് ടു എൽ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക? 0 റേസ് ടു 0 ഫോമിലാണല്ലേ വരിക. അതായത് ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സിലാണ് ഇതുള്ളത്. ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇതിന് സം എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സം എന്ത് വേണമെങ്കിലും കൊടുക്കുക, അല്ലെ കെ എന്ന് കൊടുക്കാം നമുക്ക്. ലെറ്റ് കെ ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ഓക്കെ, ഇനി എന്താ ചെയ്യുക? രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. സോ എൽ എൻ കെ ഈക്വൽ ടു എൽ എൻ എക്സ് റേസ് ടു എക്സ്. ഓക്കെ, സോ എന്താ വരിക ഇവിടെ? എൽ എൻ എക്സ് റേസ് ടു എക്സ് നമ്മൾ പറഞ്ഞു. എൽ എൻ എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി എൽ എൻ എ ആണ് അല്ലേ. സോ അത് വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എൽ എൻ എക്സ് റേസ് ടു എക്സിന് എക്സ് ഇൻറ്റു എൽ എൻ എക്സ് എന്ന് എടുക്കാം. സോ എൽ എൻ കെ ഈക്വൽ ടു എക്സ് എൽ എൻ എക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ കെ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു എൽ എൻ എക്സ് എന്ന് വരും. ഓക്കെ, ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എക്സിന് 0 കൊടുത്താൽ 0 ഇൻറ്റു എൽ എൻ 0 എന്ന് വരും. ദാറ്റ് ഈസ് 0 ഇൻറ്റു ലോഗ് 0. നമ്മൾ നേരത്തെ പറഞ്ഞു മൈനസ് ഇൻഫിനിറ്റി ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഗ് 0 എൽ എൻ 0 എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 0 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണ്, അതായത് പ്രോഡക്റ്റ് ഫോമിലാണ്. ഇൻഡിറ്റർമിനേറ്റ് ഇതും തന്നെയാണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്, ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റ് ഫോമാണ് അല്ലേ. സോ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്റ്റ് ഫോം ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുക? ഇതിനെ റീറൈറ്റ് ചെയ്യണം. ഈ എക്സ് എൽ എൻ എക്സിനെ ഒന്നുകിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ബൈ 1/g ഓഫ് എക്സ് എന്ന് എഴുതണം, അല്ലെങ്കിൽ g ഓഫ് എക്സ് ബൈ 1/f ഓഫ് എക്സ്. ആ ഒരു ഫോമിലേക്ക് മാറ്റണം ഇതിന്, ഈ എഫ് ഓഫ് എക്സ് ഇൻറ്റു g ഓഫ് എക്സിന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ കെ ഈക്വൽ ടു, ഇതിനെങ്ങനെ മാറ്റാം? എക്സ് ഇൻറ്റു എൽ എൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ എക്സ് ബൈ 1/x എന്ന് എഴുതാം. ഇതിൽ കൂടെ എൽ എൻ എക്സ് ബൈ 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും എക്സ് ഇൻറ്റു എൽ എൻ എക്സ് തന്നെയല്ലേ. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് വരും എൽ എൻ 0 ബൈ 1/0. എൽ എൻ 0 മൈനസ് ഇൻഫിനിറ്റി ആണ്, 1/0 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരും. അതും എന്ത് തന്നെയാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എൽ എച്ച് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ എൽ എച്ച് റൂൾ. ഓക്കെ, അപ്പോൾ എൽ എച്ച് റൂൾ അപ്ലൈ ചെയ്താൽ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ കെ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എച്ച് റൂൾ അപ്ലൈ ചെയ്താൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x വരും, ബൈ 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/x ഇൻറ്റു 1/x മൈനസ് 1/x² എന്നുള്ളത് മൈനസ് x² വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്താ വരിക? ഒരു എക്സും ഒരു എക്സും കട്ട് ചെയ്തു അല്ലേ, ബാക്കി മൈനസ് എക്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ കെ ഈക്വൽ ടു 0 എന്നാണ്. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ് ആണ് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ് ആണ്. എക്സ് റേസ് ടു എക്സ് നമുക്ക് എന്താ കൊടുത്തത്? കെ ആണ് കൊടുത്തത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കെ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ കെ ആണ് അല്ലേ. ഇവിടുന്ന് കെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ്പൊണൻഷ്യേറ്റ് ചെയ്യുക. സോ ലിമിറ്റ് എക്സ് ടെൻസ് ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ കെ ഈക്വൽ ടു ഇ റേസ് ടു 0 എന്ന് വരും. സോ ദിസ് ഇസ് ഇ റേസ് ടു എൽ എൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 0. വാട്ട് ഈസ് ഇ റേസ് ടു 0? 1 ആണ് അല്ലേ. സോ ഇ റേസ് ടു 0 ഈക്വൽ ടു 1. അതായത് ഇ റേസ് ടു എക്സ്പൊണൻഷ്യേറ്റും ലോഗും കട്ടായപ്പോൾ ബാക്കി ഉണ്ടാവുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കെ ഈക്വൽ ടു 1 എന്ന് വരും. കെ എന്തായിരുന്നു?
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കെ എന്ന് പറഞ്ഞത് എക്സ് റേസ് ടു എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് റേസ് ടു കെ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് റേസ് ടു 1 ബൈ എക്സ് മൈനസ് 1. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് റേസ് ടു 1 ബൈ എക്സ് മൈനസ് 1. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വരിക? ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം എക്സിന് 1 കൊടുക്കുമ്പോൾ 1 റേസ് ടു 1 ബൈ 1 മൈനസ് 1 വരും. ദാറ്റ് ഈസ് 1 റേസ് ടു 1 ബൈ 0 അല്ലേ? അതായത് 1 റേസ് ടു ഇൻഫിനിറ്റി. ഇതെന്ത് തന്നെയാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം? സം കെ എന്ന് കൊടുക്കണം. സോ ലെറ്റ് കെ ഈക്വൽ ടു എക്സ് റേസ് ടു 1 ബൈ എക്സ് മൈനസ് 1. ഇനി എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുക. എൽ എൻ കെ ഈക്വൽ ടു എൽ എൻ എക്സ് റേസ് ടു 1 ബൈ എക്സ് മൈനസ് 1 എന്ന് വരും അല്ലേ? നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി പ്രകാരം എൽ എൻ ബി റേസ് ടു അല്ലെങ്കിൽ എൽ എൻ എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി എൽ എൻ എ ആണ്. അത് വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എൽ എൻ എക്സ് എന്ന് വരും. ഓക്കെ, സോ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ നമുക്ക് കിട്ടിയത് എൽ എൻ കെ ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എൽ എൻ എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എൽ എൻ കെ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എൽ എൻ എക്സ് ബൈ എക്സ് മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഇനി 1 അപ്ലൈ ചെയ്താൽ ഇവിടെ എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു എൽ എൻ 1 ബൈ 1 മൈനസ് 1 വരും. എൽ എൻ 1 ലോഗ് 1 0 ആണ്, 1 മൈനസ് 1 0. സോ 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ 0 ബൈ 0 ഫോം ആകുമ്പോൾ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? അപ്ലൈ എൽ എച്ച് റൂൾ. ഓക്കെ, അപ്പോൾ എന്താ വരിക? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എൽ എൻ കെ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എൽ എൻ എക്സ് ബൈ എക്സ് മൈനസ് 1 ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ന്യൂമറേറ്റർ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് വരും. ബൈ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 വരും. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ എന്താ വരിക? എക്സിന് 1 കൊടുത്താൽ 1 ബൈ 1 വരും അല്ലേ? എക്സിന് 1 കൊടുത്താൽ 1 ബൈ 1 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1. സോ നമുക്ക് കിട്ടിയത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എൽ എൻ കെ ഈക്വൽ ടു 1 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് റേസ് ടു 1 ബൈ എക്സ്, അത് കെ ആണ് അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ ആണ് നമുക്ക് കിട്ടേണ്ടത്. കിട്ടിയിട്ടുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എൽ എൻ കെ ആണ്. അപ്പോൾ കെ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്പൊണൻഷ്യേറ്റ് ചെയ്യുക. ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എൽ എൻ കെ ഈക്വൽ ടു ഇ റേസ് ടു 1. ഇ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ഇ ആണ്. സോ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു എൽ എൻ കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ ഈക്വൽ ടു വരും അല്ലേ? ഈ എൽ എന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലിമിറ്റിന് എടുക്കാം, കാരണം എൽ എൻ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് ഇ റേസ് ടു എൽ എൻ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ വരും. അപ്പോൾ ഈ എൽ എന്നും കട്ട് ചെയ്തിട്ട് ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ ഈക്വൽ ടു ഇ റേസ് ടു 1, ദാറ്റ് ഈസ് ഇ. കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് കെ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1 ബൈ എക്സ് മൈനസ് 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.